ഡിജി ഫാമിൽ നമുക്ക് എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ digifarm.pci-online.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാൻ കഴിയും. അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്റ്റുഡൻറ്റ്, ഫാർമസിസ്റ്റ്, ഓർഗനൈസേഷൻ ഇതിലേതായിട്ടാണോ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഫാർമസിസ്റ്റ് സെലക്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണാൻ കഴിയും. ഫാർമസിസ്റ്റായിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പാൻ കാർഡ്, ആധാർ കാർഡ്, അതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ ഉണ്ടായിരിക്കണം. ഫാർമസിസ്റ്റായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമായി കാണാൻ കഴിയുന്നത് പ്രൊഫഷൻ ഏതാണെന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ്, ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ്, ടീച്ചിങ് ഫാർമസിസ്റ്റ്, ഇൻഡസ്ട്രിയൽ, എൻ്റർപ്രണർഷിപ്പ് ഇതിൽ ഏതാണോ നമ്മുടെ പ്രൊഫഷൻ അത് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ്, ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡ്രഗ് ലൈസൻസ് നമ്പർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരുന്നതായിരിക്കും. അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ, അതായത് നമ്മൾ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്തിട്ടുള്ള സ്ഥലത്തെ ഡ്രഗ് ലൈസൻസ് നമ്പർ കൊടുക്കുക. അടുത്തതായി നമ്മുടെ സല്യൂട്ടേഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ നമ്മുടെ സല്യൂട്ടേഷൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇനി നമ്മുടെ പേരിൻ്റെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എല്ലാം കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അവിടെ കൃത്യമായി തന്നെ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ നമുക്ക് ഓർമ്മ നിൽക്കുന്ന, നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പാസ്വേഡ് ഏതാണോ അത് കൊടുക്കുക. അതിനുശേഷം അത് കൺഫേം ചെയ്യുക. ഇനി നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ID കൊടുക്കാനുള്ള സ്ഥലമാണ്. അവിടെ നമ്മുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ ID നമ്മൾ കൊടുക്കുക. എന്നിട്ട് അടുത്തതായി നമ്മുടെ പാൻ കാർഡ് നമ്പറും അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ് നമ്പറും കൊടുക്കാനുള്ള ഓപ്ഷൻസാണ്. അവിടെ അത് രണ്ടും കൊടുക്കുക. അടുത്തത് നമ്മുടെ പാൻ കാർഡും അതുപോലെ തന്നെ ആധാർ കാർഡും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അവിടെ നമ്മൾ ഈ രണ്ടിൻ്റെയും 30 KB താഴെ വരുന്ന ഫയൽ സൈസ് ഉള്ള PDF ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഫയൽ സൈസ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഒരുപാട് ആപ്പുകളും സൈറ്റുകളും ഗൂഗിളിൽ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏതാണോ അത് യൂസ് ചെയ്യുക. അടുത്തതായി നമ്മുടെ സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഏതാണെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൽ നമുക്ക് ഏത് കൗൺസിലിൻ്റെ അണ്ടറിലാണോ സർട്ടിഫിക്കറ്റ് ഉള്ളത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കൗൺസിൽ രജിസ്ട്രേഷൻ നമ്പറും അവിടെ കൊടുക്കുക. അതിനുശേഷം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അവസാനമായി നമ്മുടെ അഡ്രസ്സും ടൈപ്പ് ചെയ്ത് ക്യാപ്ച കോഡും എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആകുന്നതായിരിക്കും. അതോടൊപ്പം നമ്മൾ നൽകിയിട്ടുള്ള മെയിൽ ID നമ്മുടെ യൂസർ നെയിം എന്താണ് എന്നുള്ള ഒരു മെയിലും വരുന്നതായിരിക്കും. ആ യൂസർ നെയിമും നമ്മൾ നൽകിയ പാസ്വേഡും വെച്ച് നമുക്ക് പിന്നീട് സൈൻ ഇൻ ചെയ്ത് വെരിഫൈ ചെയ്യാവുന്നതാണ്. കറൻ്റ്ലി ABHA വെരിഫിക്കേഷൻ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് പോസിബിൾ അല്ല എന്നാണ് ഡിജി ഫാമയുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇനിയുള്ള അപ്ഡേഷൻസ് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ABHA നമ്പർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഒരു വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി കാണാൻ ശ്രമിക്കുക.